ഞങ്ങൾ ശ്രീജീസ് എന്ന് നിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായൊരിടത്താണ്. ഇരിങ്ങാലക്കുട ടൗണിൽ നടുക്കുള്ള അസീസി ഭവനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാൽപ്പത്തെട്ടിലെ സക്രിയാസ് വാഴപ്പള്ളി അച്ഛനാണ് മലബാർ മിഷനറി ബ്രദേഴ്സ് എന്ന പേരിലുള്ള സന്യാസ സമൂഹം സ്ഥാപിച്ചത്. അദ്ദേഹം 1949 ഈ അസീസി ഹൗസ് ഇവിടെ സ്ഥാപിച്ചത്. ഇവിടെ 50ഓളം വൃദ്ധരായ വയോധികരായ വൃദ്ധന്മാരെ അവരെ നോക്കുന്ന 10ഓളം സ്റ്റാഫ്, 2 ബ്രദേഴ്സ്, ബ്രദർ ഗിൽബർട്ടും ബ്രദർ ക്ലെമന്റും, അവരുടെ അവരുടെ ഒറ്റപ്പെടലുകൾ വേദന അറിയാതെ അവരെ സംരക്ഷിക്കുന്ന ഈ ആശ്രമത്തിലെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം. ഈ ആശ്രമത്തിന്റെ അസിസ്റ്റന്റ് സുപ്പീരിയറും അസിസ്റ്റന്റ് മാനേജറുമായ ബ്രദർ ക്ലെമന്റിനെ നമുക്ക് പരിചയപ്പെടാം. ബ്രദർ, എന്താണ് ഈ ആശ്രമത്തെ കുറിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. 50ഓളം പേരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്ക സമയം കൊണ്ട് പറയാൻ പറ്റുന്ന അനുഭവങ്ങളായിരിക്കില്ല. എന്നാലും ബ്രദറിന്റെ അനുഭവം എന്താണ് ബ്രദറോട് ചെയ്യുന്നത്? ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളിൽ കൂടെ പോകുന്നത്? ഞാനിപ്പോ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു വിശ്രമ ജീവിതമാണ് നയിക്കുന്നത്. എന്റെ ബ്രദർ ഗിൽബർട്ടാണ് ഇപ്പോഴത്തെ ചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആളെ സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ ജോലി. ബ്രദർ ഗിൽബർട്ട് ഒരു കുർബാനയുമായി ബന്ധപ്പെട്ട് പുറത്തു പോയേക്കാണ്. ഞങ്ങളുടെ ഇവിടുത്തെ തന്നെ ഒരു സീനിയർ ബ്രദർ ഉണ്ടായിരുന്നു. ആള് മരിച്ചിട്ട് 1 വർഷം ആകുന്നുള്ളൂ. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നാണ് അവര് ആഘോഷിക്കുന്നത്, മരണവാർഷികം. അതിനു വേണ്ടി പോയിരിക്കണം. ഇപ്പൊ ബ്രദർ ഗിൽബർട്ടും ബ്രദർ ക്ലെമന്റും ആണ് ഇവിടുത്തെ എല്ലാം, ഓൾ ഇൻ ഓള്. ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നാട്ടുകാരുണ്ട്, പിന്നെ ഇതുപോലെ സ്റ്റാഫ് ഉണ്ട്. ഈ 50 പേര്, 50 വയോധികരെ നോക്കുക എന്നുള്ളത് ഒരുപാട് ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളെ നോക്കുക എന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് ഉള്ള കാര്യമാണ് നമുക്കറിയാം. അപ്പൊ ഈ 50 പേരുടെ കാര്യങ്ങള് കണ്ണ് കാണാത്തവരുണ്ട്, ഇല്ല കണ്ണ് കാണാത്തവരുണ്ട്, വികലാംഗരുണ്ട്. അപ്പൊ ഇവരെ കുളിപ്പിക്കണം, ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കാത്തവരുണ്ട്, ഭക്ഷണം കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ബ്രദർ പറയും അതിന്റെ കാര്യങ്ങള് എങ്ങനെയാണ് ഇവിടുത്തെ ചെലവുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. ചെലവൊക്കെ ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ കുറെ പേരുള്ളവർ ഇങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം തരും. വിവാഹ വാർഷികം, മാമോദിസ, ബർത്ത്ഡേ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ഭക്ഷണം തരും. ബ്രദർ എന്നോട് പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിൽ വീടുകളിൽ പോയിട്ട് അരി ആദ്യ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ പിടിയേരി വിരിച്ചിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയ കാലത്ത്. അതൊരു നീല സഞ്ചിയായിട്ട് പ്രദേശത്ത് ഇങ്ങനെ പോകും. ആൾക്കാർക്ക് ഇപ്പോഴും അത് മനസ്സിലുണ്ട്. ഞാൻ 80 കാലഘട്ടത്തിലാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. അന്ന് ഞാനും പോയിട്ടുണ്ട് മറ്റേ സീനിയർ പ്രദേശത്തിന്റെ കൂടെ സഞ്ചി പിടിച്ച്. എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അവർ ഭക്ഷണത്തിന് അരി വെക്കുമ്പോൾ ഒരു പിടി എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും. ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും പോയി കളക്ട് ചെയ്യും. അവർ സന്തോഷത്തോടെ തരും. ഞങ്ങൾ സന്തോഷം വാങ്ങിച്ചു പോരും. ചെന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നം. ഒരാഴ്ച പോയില്ലെങ്കിൽ പിറ്റാഴ്ച ചെല്ലുമ്പോൾ ചോദിക്കും എന്ത് നിങ്ങൾ വരാത്തതെന്ന്. അത് കുറെ വർഷങ്ങൾ അങ്ങനെ തുടർന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് പിന്നെ ആൾക്കാർക്ക് അന്ന് പണ്ട് കാലത്തൊക്കെ കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ കൃഷി ഇല്ലാണ്ടായി. പിന്നെ പല വീട്ടിൽ നിന്നും പല അരികളാണ് തരുന്നത്. അപ്പൊ അതിന്റെ വേവ് പ്രശ്നമായിട്ടൊക്കെ ആയിട്ട് പ്രശ്നമായപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇനി പൈസ തരാമെന്ന് പറഞ്ഞു. പിന്നെ പൈസ പോയി പിരിച്ചിരുന്നു. എല്ലാ വീടുകളിലും പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടിട്ട് ജീവിച്ചിരുന്നത് കൊറോണ കാലം വരെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീടുകളിലേക്ക് പിന്നെ ആരും ഞങ്ങൾ പോകുന്നില്ല. പിന്നെ പ്രദേശത്തിന്റെ കുറവും. ആദ്യം കുറെ ഒരു 5-8 പ്രദേശത്ത് വരെ ഇവിടെ ഉണ്ടായിരുന്നു സേവനം ചെയ്യാൻ. എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചേരുന്ന കുളിപ്പിക്കലും എല്ലാം അവർ കൊടുക്കുന്നതൊക്കെ. പിന്നെ ഇവരിൽ തന്നെ കുറച്ച് ആരോഗ്യമുള്ളവർ അവർ സഹായിക്കും. പിന്നെ നാട്ടുകാർ വന്ന് സഹായിക്കും കുളിപ്പിക്കാനും കുടിയേറ്റൽ സേവനമൊക്കെ. അവിടെ ഞാൻ പറഞ്ഞിട്ട് കുറ്റിക്കാട് എന്നൊരു കുറ്റിക്കാട് ആളെ വീട് ഒരു മാസ്റ്റർ +1 പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് സേവ ചെയ്യും കുടിവെട്ടലുണ്ട്. അങ്ങനെ ആളുകൾ കുറേയധികം ആളുകൾ ഇവിടെ സഹായിക്കുന്നുണ്ട്. നടന്നു പോകുന്നു. ബ്രദർ പറഞ്ഞറിഞ്ഞതാണ് 5ഓളം സ്ഥാപനങ്ങൾ ഉണ്ട് അല്ലേ നമ്മുടെ ഓൾഡ് ഏജ് ഹോമുകളിൽ ഞങ്ങൾക്ക് 5 എണ്ണം ഉണ്ട്. പുറത്തുണ്ട്. ഒന്നുള്ളത് വയനാട്ടിലുണ്ട്, ബത്തേരിയിലുണ്ട്, പിന്നെ കോയമ്പത്തൂരുണ്ട് ഒരെണ്ണം.
അതായത് ഇവിടെ ഇവർക്ക് ഇപ്പൊ അസിസ്റ്റൻസിനെ കിട്ടുന്നില്ല അല്ലെ, ബ്രദർ ആവാനായിട്ട് ആരും വരുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഞങ്ങൾക്ക് ഒരു 10-15 കൊല്ലമായിട്ട് പുതിയ കുട്ടികൾ ഞങ്ങളുടെ സഭയിലേക്ക് വരുന്നില്ല. ബ്രദർഹുഡിലേക്ക്, പ്രീസ്റ്റ്ഹുഡിലേക്കാണ് ഇപ്പൊ ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഇതുണ്ട്. അപ്പൊ ഒരാശ്രമങ്ങളിൽ 2 പേര് വെച്ചൊക്കെ ഉള്ളൂ. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ 2 പേര് എന്നെ ഒരാളായിട്ട് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ 2 പേര് വെച്ചു എന്ന് മാത്രം, ഒരു ബ്രദർക്കൊരു കൂട്ടിന്. പക്ഷെ ബ്രദർ വയസ്സായി. ഇനിയുള്ള കാലങ്ങളില് ഞാനിവിടെ വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അച്ഛന് വിശ്രമമില്ല എന്ന് തന്നെ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ കണ്ടതാണ്. എന്റെ കണ്ണ് നിറഞ്ഞു പോയ അച്ഛനറിയാം. ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു പോയി ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ കണ്ടിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരണമെന്നും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് 4 ആൾ അറിയണമെന്നും അവർക്ക് സഹായം എത്തിക്കേണ്ടത് ആവശ്യമാണെന്നും എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. ഈ ചെയ്യുന്ന നന്മ എല്ലാവരും കാണുക, എന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുക. ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാല്ലേ അല്ലേ? തീർച്ചയായും പിജി പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ വന്നിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞപ്പോ എനിക്കും ഇവിടെ വരണമെന്നും അവളുടെ കൂടെ ജോയിൻ ചെയ്യണമെന്നും ഇവിടുത്തെ അച്ഛന്മാരെ കാണണമെന്നും ഇവിടെയുള്ള വയസ്സായ അപ്പാപ്പന്മാരെ കാണണമെന്നും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇനി അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകും. അരവിന്ദ് ചേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? ബിജുവിന്റെ കൂടെ വന്നത്? ആ, അരവിന്ദ് ചേട്ടന് ഉണ്ട കൊണ്ടുവന്നു. പിന്നെ എന്നിട്ടാ കൊണ്ടുവന്നത്? വേറൊരു സാധനം കൂടി കൊണ്ടുവന്നല്ലോ. ആ, എന്തെങ്കിലും ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, ഇവിടുത്തെ നേഴ്സാണ്, ഡോക്ടറാണ്, അതിനുപരി ഓൾ ഇൻ ഓൾ ആണ് അല്ലേ? അതെ. കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? ഇവിടെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ചു. പണ്ടത്തുള്ള ഒരു പാർട്ടി, ഇല്ലാത്ത ഒരു പാർട്ടി പഠിപ്പിക്കുകയും ഇപ്പൊ അവരൊന്നില്ല, ഇപ്പൊ ആരുമില്ല. ഇവിടുത്തെ ലൈഫ് ഇത്രയും ഹാപ്പി ആയിട്ട് തോന്നാൻ എന്താണ് കാരണം? ബ്രദർ എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡ് രോഗികളെ ചുറ്റുപറ്റിരിക്കുന്നു. അതെന്നെ ഇവിടെ കിട്ടിയ പിന്നെ ആർക്കും നടന്നു. അതെ അതെ, അവിടെ വേദനയല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ സുഖമാണ്. ഈ പ്രധാന കാലത്തെ കട്ടൽ പിടിച്ച് കാലിട്ട് ഇളക്കി കൊണ്ടുവന്നു. അതെല്ലാം വലിച്ചിളക്കി നഗത്തിന്റെ പുറത്ത് കട്ടിൽ വീണ് ഉണ്ടാകുകയാണ്. അത് വലിച്ചിളക്കി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നാൽ ചിലർക്ക് ഈ ഇവിടെ കൂടുതലും COPD മറ്റേ ആത്മയുടെ ഈ വരുവ്, ശ്വാസം മുട്ടല്, അങ്ങനെയുള്ള COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. മെയിൻ നേഴ്സ് ആണ് കേട്ടോ. എല്ലാവരെയും സംരക്ഷിക്കുന്നതും എല്ലാവരെയും എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ചേട്ടനാണ്. ഇന്നിപ്പോ രാവിലെ തന്നെ ബ്രദറിന്റെ കാല് കട്ടിലിപ്പോ കൊണ്ട് മുറിഞ്ഞ് നഖമൊക്കെ പറിച്ചെടുത്ത് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് നേഴ്സിന്റെ ആ ഡ്യൂട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തത്. ഇവിടെ ഇപ്പൊ ബ്രദർ പറയണ്ടായിരുന്നു, ഓരോരുത്തർക്കുള്ള മരുന്നുകൾ കൃത്യമായിട്ട് ഓരോ നേരത്തും അതനുസരിച്ച് കൊടുക്കും. ഓരോരുത്തരും പേര് എഴുതി അത് വെച്ചിരിക്കുകയാണ് നേരനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും കെയറിംഗ് ആണ് ഇവിടെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോകണ്ട, ഇവിടെ തന്നെ ഇവരെ നോക്കി സുഖമായിട്ടും ജീവിക്കണം. ദൈവത്തിലേക്ക് പോകാറുണ്ട്. ഓർമ്മയുണ്ടോ? പേര് പറഞ്ഞേ. എന്താ പേര്? പൂക്കുട്ടൻ. കുട്ടേശാ സന്തോഷത്തിലാണല്ലോ. എന്താ ഇത്ര സന്തോഷം? എന്നെ കണ്ടിട്ടാണോ സന്തോഷം? ഞാൻ ആരാ? ചേച്ചിയാ? ആ, ഇത് റസാഖേട്ടനാണ്.
സംസാരിക്കാൻ പറ്റില്ല, അവരുടെ സൗണ്ട് ഒക്കെ കേൾക്കും. പിന്നെന്താണ്, വീട് എവിടെയാന്ന് ചോദിച്ചപ്പോ പറയണ അവിടെയാണ് വീട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് വീട്, അവിടെ വീടുണ്ട് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടാ. ഫുഡ് കൊണ്ടുവന്നത് ഓർമ്മയുണ്ട? ഞാൻ ഫുഡ് കൊണ്ടുവന്നത് ഓർമ്മയുണ്ട? ആ പുതിയ പേരെന്താ? ജമാല്. ഞാൻ അവിടെ ഇരിക്കണോ? 2028 വന്നതാ. 28ലോ? 28ലായിരിക്കില്ല. എത്ര കൊല്ലായി വന്നിട്ട്? എത്ര കൊല്ലായി? ഓർമ്മയില്ല കേട്ടോ. ഇവിടെ സുഖാണോ? എങ്ങനെ നേരം പോവാ? ഇങ്ങനെ നേരം കാര്യം കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞു വിടണ്. ദൈവം ഇങ്ങനെ വീട് കല്ലിച്ചങ്കര. സാവുമാർക്കെന്നറിയാം. ഇല്ല, നിങ്ങളെ വീട്? എന്റെ വീട് വെള്ളാങ്കല്ലൂരാണ്. വെള്ളാങ്കല്ലൂര്, കൊടുങ്ങല്ലൂര് ഭാഗം. അതൊക്കെ ഞങ്ങളൊക്കെ ചാറ്റന്മാരൊക്കെ അഞ്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല അല്ലേ? ആരില്ല, അഞ്ചന്മാരുണ്ട്. ആരും വരാറൊന്നുമില്ല. 4 അഞ്ചന്മാരുള്ള എന്ത് പറയാനാ.